ഹായ് മക്കളെ, നമുക്ക് +1 കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നതാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ ആദ്യം വരുന്ന നമ്മുടെ റൂദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ മോഡലും റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന കാര്യം കൂടി നോക്കിയേക്കാം. അതിലെ പോസ്റ്റുലേറ്റും അതിൻ്റെ ഡീമെറിറ്റുകളും നോക്കിയേക്കാം, കാരണം ഡീമെറിറ്റുകളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ഇനി നമുക്ക് എഫക്റ്റുകളാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കാര്യങ്ങൾ നോക്കാം. ആൻഡ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി അവരുടെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ടാവാം. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കാര്യങ്ങൾ അതിൽ നോക്കാം. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ കാര്യം നിങ്ങൾ 5 ലൈനുകൾ, സ്പെക്ട്രൽ ലൈനുകൾ ഏതൊക്കെയാണ്, N1 N2 എത്രയാണ് എന്നൊക്കെ നോക്കുക. ആൻഡ് ഫൈനലി ബോർ മോഡലിലോട്ട് പോവുക. ബോർ മോഡൽ ആറ്റം മോഡലിൻ്റെ പോസ്റ്റുലേറ്റുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തന്നെ മെറിറ്റുകളും ഡീമെറിറ്റുകളും പഠിച്ചിരിക്കുക. ഇത് കഴിഞ്ഞാൽ 2 കോൺസെപ്റ്റുകളാണ്, 2 തിയറീസാണ് നമ്മൾ പറയുന്നത്. ഡി ബ്രോഗ്ലീസ് വേവ്, നമ്മുടെ ഡ്യുവൽ നേച്ചറും അതുപോലെ തന്നെ ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സിൽ 4 ക്വാണ്ടം നമ്പേഴ്സും അത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. എന്തായാലും അത് നോക്കുക. ആൻഡ് ഫൈനലി അതിലുള്ള 3 റൂളുകൾ, അഫ്ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള് ആൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ. ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓർബിറ്റൽസിൽ. അപ്പോൾ ഈ പറഞ്ഞ റൂളുകൾ ഡയറക്റ്റ്ലി എഴുതാനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ എല്ലാ 10 പോയിന്റുകളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ട് പഠിക്കുക. ഈ ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫുൾ മാർക്കുകൾ എന്തായാലും സ്കോർ ചെയ്യുക എല്ലാവരും. ഓക്കെ.